എന്താടാ? ഏയ് ഒന്നുമില്ല. സോണിയ ചേച്ചി, ചേച്ചി എന്നല്ലേ വിളിച്ചത്? നിന്റെ അപ്പച്ചന് പറ്റിയതല്ലോ. മക്കൾ അധികം ബുദ്ധിമുട്ടണ്ട, ഒന്ന് പോയി തന്നെ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സിറ്റുവേഷൻ നോക്കി വരണോന്ന്? ചേച്ചി എപ്പോ നോക്കിയാലും ഫ്രണ്ട്സിന്റെ കൂടെ അല്ലേ, അതാ ഞാൻ. സാധനം കിട്ടിയോ? കിട്ടി. ഭയങ്കര റിസ്കാ ചേച്ചി സംഘടിപ്പിക്കാൻ, കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. നീ വലിയ പുണ്യാളനൊന്നും ചമയണ്ട. ഇവിടെ പലർക്കും ഡ്രഗ്സ് എത്തിച്ചു കൊടുക്കില്ലല്ലേ നിന്റെ ജോലി. നിവൃത്തികേട് കൊണ്ടാ ചേച്ചി. എന്റെ വിദ്യാഭ്യാസ ചെലവും കുടുംബമൊക്കെ നോക്കുന്നത് ചേട്ടനാ. ചേട്ടനൊന്ന് സഹായിക്കാൻ വേണ്ടിയാ ഞാൻ. വാടി. ചേച്ചിയുടെ ഫ്രണ്ട്സ് വരുന്നു, ഞാൻ പോവാ. അലക്സുമായിട്ടുള്ള ഇഷ്യൂവിന് ശേഷം നീ ഇത് നിർത്തിന്നാ കരുതിയേ? വീണ്ടും തുടങ്ങിയോ? ഞാൻ നിർത്തും തുടങ്ങും, അതെന്റെ ഇഷ്ടം. നിങ്ങൾ ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കാൻ നോക്കി. എന്താ അവിടെ ബഹളം? ആരാ അവിടെ? അവിടെ പുതിയ ഡാൻസ് പഠിത്തം നടക്കുവാ. പുറത്തിരിക്കുന്ന ബൈക്കാരുടെ? അതാ ചെക്കന്റെയാ. ഏത് ചെക്കൻ? അവനല്ലേ ഇപ്പൊ രേവതി ചേച്ചിയെ ഡാൻസ് പഠിപ്പിക്കുന്നത്. രേവതി ചേച്ചി ഡാൻസ് പഠിപ്പിക്കുന്നു അതോ രേവതി ഡാൻസ് പഠിപ്പിക്കുന്നു? ചേച്ചീനെ ആ ചെക്കനാ ഡാൻസ് പഠിപ്പിക്കുന്നത്. കുറച്ചു ദിവസമായി തുടങ്ങിയിട്ട്. ഡാൻസ് പഠിത്തം മാത്രമൊന്നും അല്ല. ഹരിയേട്ടാ എപ്പോ വന്നു? ഇപ്പൊ വന്നോണ്ടിരിക്കുകയായിരുന്നു. ഹരിയേട്ടാ, ഇത് മൈക്കിൾ ജാക്സൺ. ഹലോ ഹലോ. ഓക്കെ ടീച്ചർ, ഇനി മറ്റു കുട്ടികളൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ വരാം. ടീച്ചർ പേടിക്കണ്ട, 24-ാം തീയതി ഉള്ളൂ ഷോ. നമുക്കതൊക്കെ ഗംഭീരമാക്കാം. താങ്ക് യു മൈക്കിൾ. എനിക്കിതൊക്കെ ഒരു ക്രൈസാ. താങ്ക്സ് ഞാൻ അങ്ങോട്ടല്ലേ പറയണ്ടേ. അപ്പോൾ ഓക്കെ ടീച്ചർ, ബൈ. ഓക്കെ, ബൈ ബൈ. സർ, ബൈ. ബൈ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഐഡിയ. ഈ രേവതി ടീച്ചറിനെ നമുക്കങ്ങ് കസ്റ്റഡിയിൽ എടുത്താലോ? എന്നിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എസ് ഐ ഹരികുമാറിനെ മാത്രം സംശയിച്ചിട്ട് കാര്യമില്ല. ഫർഹാനയുടെ ബാപ്പയെ സംശയിക്കണം. മൈക്കിളുമായിട്ടുള്ള അവളുടെ ബന്ധത്തിന് അവളുടെ ബാപ്പയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു.